ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്നലെ നമ്മൾ അവിടുന്ന് പോരുന്ന വിശേഷങ്ങളൊക്കെയാണല്ലേ കാണിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഇന്നലെ രാത്രി അവിടുന്ന് പോന്നു. ഇവിടെ ഒരു 9 മണിയൊക്കെ ആയപ്പത്തിനെത്തി. നമ്മൾ വെച്ച മന്തിയൊക്കെ തിന്നുങ്ങാണ്ട് തന്നെയാണ് അവിടുന്ന് പോകുന്നതേ. ഇവിടത്തേക്ക് ഇപ്പം ഇങ്ങനെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിക്കണ്. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് വലിയ പ്രത്യേകിച്ച് കാണിച്ചാൽ മാത്രം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒന്ന് രാവിലത്തെ പരിപാടി കാണിച്ചാലോ എഴുതിങ്ങാണ്ട് അങ്ങനെ ഇന്ന് രാവിലെ വീഡിയോ എടുത്തതാണ്. ഇന്ന് അഞ്ഞിൻ്റെ ഇവിടുത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടിട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ ചിഹ്നം ഉണ്ടാവും, അതും കൂടി അമർത്തിയാൽ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയും ചെയ്യും. ഞാനൊരു 6 മണി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉണ്ടോ അടുക്കളയിലേക്ക് ചെല്ലൽ. ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേനും മതി ചായയും കടിയൊക്കെ. നേക്കുട്ടി വന്നീനു. അപ്പം ഞാൻ ഓളെ കുറയ്ക്ക് വന്നപ്പോഴത്തേന് ഇവിടെ ഇളയച്ചി അടുക്കളയിൽ അരിയൊക്കെ അരച്ച് വെച്ചിക്കണ്. ഇന്നലെ അന്തിക്ക് പച്ചരി വെള്ളത്തിലിട്ടീനു. അപ്പോൾ അത് അരച്ചിങ്ങാണ്ടാണ് ഇന്ന് അപ്പം ചൂടുന്നതേ. അപ്പോൾ ഇതിന് ഞാൻ വന്നുങ്ങാണ്ട് അടുപ്പൊക്കെ അരച്ച് കഴുകിങ്ങാണ്ട് തിരിച്ചുകൂട്ടിക്കണ്. അടുപ്പത്താണ് കേട്ടോ അപ്പം ചൂടൽ. മറ്റേതൊക്കെ ഗ്യാസമ്മയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കും. ചട്ടിയൊക്കെ ചൂടായി വന്നുങ്ങാണ്ട് അപ്പത്തിന് ഓളെ അപ്പം ചൂടൽ തുടങ്ങിനു. അപ്പോൾ പിന്നെ ഓളെ കുട്ടി ഉണർന്നുകൊണ്ട് ഓള് വേഗം കുട്ടീനെ ഉറക്കാൻ വേണ്ടി പോയി. അപ്പോൾ പിന്നെ ഞാനാണ് കേട്ടോ അപ്പം ചൂടുന്നത്. ഓളപ്പം ചുട്ടപ്പോൾ ഇറച്ചി മുറിച്ചാനുണ്ടായിനു. ഇപ്പം രാവിലെ തന്നെ ഇറച്ചി കൊടുന്നീനേ. അപ്പോൾ അത് രാവിലെ തന്നെയാണ് മുറിച്ച് വെച്ചാൽ ഓൾക്കൊക്കെ ഗതികേടാണ് ഇറച്ചി മുറിച്ചാൻ. അപ്പം ഞാൻ തന്നെയാണ് മുറിച്ചല്ലേ. അപ്പം ഞാൻ അപ്പമൊക്കെ പാർന്നുങ്ങാണ്ട് പിന്നെ അപ്പം എടുക്കുകയാണ്. നല്ലോണം അങ്ങോട്ട് മുരിയാണ് കേട്ടോ അപ്പം. നല്ലോണം ഇവിടെ തീർപ്പതേ. ഈ ചട്ടിക്ക് നല്ലോണം തിരിച്ചെത്തണം, എന്നാലുള്ളൂ അപ്പം നല്ലോണം അങ്ങോട്ട് മുരിഞ്ഞ് എല്ലാ ഭാഗവും ഒരേമാതിരി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ നടു മാത്രം വന്നുങ്ങാണ്ട് ഒരു ബോസ് ഉണ്ടാവില്ല അരുക്കൂടി ഒന്നും കാണാൻ വേണ്ടിയാണ്ട്. അരുക്കൂടെ ഒക്കെ ഒരു പച്ചപ്പേക്കരം, പിന്നെ തിന്നാനും രസം ഉണ്ടാവില്ല. ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് വെന്തുങ്ങാണ്ട് കിട്ടുകയാണെങ്കിലുള്ളൂ ചാറ് വാർന്ന് തിന്നാനേ അപ്പം തന്നെ ഒരു രസം. പിന്നെ ചൂട് കൊടുക്കണ ചായയൊക്കെ മുക്കി തിന്നാനും രസമാണ്, നല്ല മുരിഞ്ഞ് കിട്ടിയാലേ. ഇന്ന് കുട്ടികൾക്ക് മാത്രമുള്ള അപ്പം ചുടുന്നത്. പിന്നെ അപ്പം വേണ്ടവർക്ക് എടുക്കുകയും ചെയ്യാത്തിങ്ങാണ്ട് കുറച്ച് ഒളിട്ട ചുട്ടിട്ട് കുറച്ച് പൂളിയും വെക്കാറിങ്ങാണ്ട് ഉമ്മ പൂള നുറുക്കിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിക്കണ്. ഞാൻ ഇറച്ചി മുറിച്ചിനടുത്തുനിന്ന് പോയതായിനല്ലോ അപ്പം ചൂടാൻ വേണ്ടിയാണ്ട്. ഇറച്ചി മുറിച്ചത് കഴിഞ്ഞിട്ടൊന്നുമില്ല, അത് അത്ര ആയിട്ടുള്ളൂ. ഞോള് കുട്ടിനിറക്കി വന്നിട്ട് വേണം ബാക്കി ഇറച്ചി മുറിച്ചാൻ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇറച്ചി മുറിച്ചിന സാധനം കേട്ടോ. ഈ മുട്ടിമ കത്തി വെച്ചിങ്ങാണ്ടാണ് ഞങ്ങൾ ഇറച്ചി മുറിച്ചൽ. കട്ടിമ്പോടുമ്പോൾ മുറിച്ചാൽ അതൊരു ഗതികേടാണ്. അപ്പം ഇങ്ങനെ കാക്കൊരു ഇത് കത്തി വെക്കാൻ വേണ്ടിയാണ്ട് ആണി ഇറച്ചിക്കാണ്ട് ഉണ്ടാക്കി തന്നതാണേ. അപ്പം അപ്പം പാർന്നുകാണ്ടേനു അതൊക്കെ വീഡിയോ എടുത്തിന്. അപ്പോൾ പിന്നെ അപ്പം ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരു മുട്ടി ഉണ്ടെങ്കിൽ ഇറച്ചി മുറിച്ചാൻ വേണ്ടി നല്ല സുഖമാണ്. ആ മുട്ടി കണ്ടെത്തുമ്പോൾ 4 ആണി ഇറക്കുക, നമ്മളെ കത്തിൻ്റെ പൊടിക്കനുസരിച്ച് കണ്ടേ. ആ പൊടിൻ്റെ അപ്പുറത്തും അതേമാതിരി ആ പീലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 4 ആണിയാണ് ഇറക്കുക. അപ്പോൾ നല്ല സുഖമാണ്, അത് എടുക്കുകയും ചെയ്യുക വെക്കുകയും ചെയ്യുക. ഇറച്ചി മുറിച്ചാനൊക്കെ വേണ്ടി കണ്ട ഒരു കത്തി നമുക്ക് വേറെ തന്നെ ഉണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ സുഖമാണ്, എടുക്കും വെക്കുകയും ചെയ്യുക. അങ്ങനെ ഇളയച്ച് കുട്ടീനിറക്കി വന്നപ്പോഴേക്കിന് ഞാൻ പിന്നെ മുറ്റത്തേക്ക് അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിക്കാണ്. അപ്പം ഇന്നലെ തേങ്ങ ഇട്ടുകൊണ്ട് നിറച്ച് ചപ്പുണ്ട് കേട്ടോ. പച്ചലിയും ചുവന്നലിയും ഒക്കെ ചാടിയും ചെയ്തിട്ടുണ്ട്. ഞമ്മക്ക് മുറ്റത്ത് തന്നെ ഒരു പിലാകുണ്ടേ. അപ്പോൾ പിന്നെ കുറേ ഇല ഉണ്ടാവും അടിച്ചാൻ. മുറ്റത്ത് തന്നെയാണ് 2 തെങ്ങും. അപ്പോൾ പിന്നെ തേങ്ങ ഇട്ടാൽ പറയും വേണ്ടല്ലോ, നല്ലോണം ചപ്പും കുപ്പും നല്ലോണം ചാടിയിക്കണ്. അപ്പോൾ കുട്ടികളെ ഉണരുമ്പോഴത്തിന് ഇത് അടിച്ചാൽ തീർത്താൽ പിന്നെ ഉള്ളിലത്തെ പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ. നേക്കുട്ടിയൊക്കെ ഉണർന്നാൽ പിന്നെ കടന്ന് കളിച്ചില്ല, ഓളങ്ങനെ എടുത്ത് നടക്കും വേണം. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഈ പണിയൊന്നും നടക്കൂലല്ലോ. അങ്ങനെ മുറ്റടിച്ചിലൊക്കെ ഏകദേശം കഴിഞ്ഞിക്കണ്. ഇനി അപ്പുറം അപ്പുറമൊക്കെ ഉള്ള അടിച്ചാണ്ട് മുന്നൊക്കെ അടിച്ച് കഴിഞ്ഞിക്കണ്. ഇതാണ് നമ്മളെ മുറ്റേ. ഇതാണ് കേട്ടോ ഇന്നലെ ഇട്ട തേങ്ങ, കുറച്ച് തന്നെ ഉള്ളൂ. ഇപ്പം തെങ്ങുമൊന്നും പണ്ടത്തെ മാതിരി തീരെ തേങ്ങല്ലേ, ആകെ കുറച്ച് തന്നെ ഉള്ളു ഉണ്ടാകൽ. അതാണെങ്കിൽ പൗതിയിലാറിയാണൊക്കെ തേങ്ങയൊക്കേരം. പണ്ടൊക്കെ നല്ലോണം ഇവിടെ ആട്ടീനു എന്നൊക്കെ പറയണേക്കെ. ഞാൻ വന്നതിന് ശേഷം 2-3 വട്ടം ആട്ടിക്കണ്. ഇപ്പോഴാണ് തീരെ ഇല്ലാതായത്. ഇപ്പം പൊതുവേ തെങ്ങും ആരിയും ഇല്ല എന്നൊക്കെ പറയണേക്കാം. അങ്ങനെ മുറ്റടിച്ചിലൊക്കെ കഴിഞ്ഞാണ്ട് അപ്പത്തിന് കാക്കു പല്ലേച്ചൊക്കെ വന്ന്. അപ്പം ഞാൻ എന്നാൽ ചായ എടുക്കട്ടെ എഴുതിങ്ങാണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അടിച്ചു വരാൻ പോയപ്പത്തിന് ഇമ്മ പൂളിയും മീൻകറിയൊക്കെ വെച്ചിക്കണം കേട്ടോ. മീൻ ഇതിൽ രാവിലെ തന്നെ വരുവേ, ഒരു 8 മണിയാണ്ടിൻ്റെ മുന്നേ തന്നെ വരും. അപ്പോൾ പിന്നെ സുഖമാണ് മീനൊക്കെ വാങ്ങാൻ വേണ്ടിയാണ്ട്. കടിക്ക് തന്നെ ഇവർക്ക് മീനും വേണം. മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് കടിയൊക്കെ തിന്നാനൊരു തീർപ്പതി, അല്ലെങ്കിൽ തിന്നന്നല്ല അപ്പമൊക്കെ ആണെങ്കിലും. പിന്നെ പൂളൊക്കെ രാവിലെ എല്ലാവർക്കും ഇഷ്ടമാണ്, വേണ്ടാത്തവർക്ക് അപ്പവും ചുട്ടുക്കണമല്ലോ. ഞാൻ ഇറച്ചി മുറിച്ച് വെച്ച് പോയിനു അടിച്ചു വരാനേ. അപ്പോൾ കെഗിങ്ങാണ്ട് ഉമ്മ അത് മസാല ഒക്കെ ഇട്ടുങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിക്കണ്.
അത് ഉച്ചക്കത്തിനാണേനും. അപ്പോൾ ഇപ്പം തന്നെയാണ് വെച്ചാൽ അതൊന്ന് വേഗം വെന്തിട്ടുമല്ലോ. പിന്നെ ഉമ്മ ചോറ് വറ്റിച്ചാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇറച്ചി പോകുമ്പോഴത്തേനും മതിയല്ലോ പിന്നെ ചോറൊക്കെയല്ലേ. അപ്പം ഇപ്പം അവിടെ ചായ കുടിച്ചിട്ടുണ്ട്. കാക്കൂന് അവിടെ ചായ വിളമ്പി വെച്ചിക്കണ്. കാക്കു എന്തിനോ മീൻ തീറ്റ കൊടുക്കാനൊക്കെ പോവുകയും ചെയ്തിരിക്കുകയാണ്. ഓലൊക്കെ കുടിച്ച് നീച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുടിച്ചാലുള്ളൂ. എല്ലാവരും ഒപ്പം കുടിച്ചാലൊന്നും കിട്ടൂല. ഒരാൾക്ക് നേരത്തെ പോകേണ്ടതിനും ഒരാൾക്ക് പിന്നെ പോയാൽ മതിയേക്കാരം. അപ്പോൾ ആർക്കാ ഫസ്റ്റ് പോകേണ്ടത് വെച്ചാൽ ഓല അങ്ങോട്ട് ഫസ്റ്റ് കുടിച്ചലാണ്. അങ്ങനെ പിന്നെ ഇപ്പാൻ്റെ ചായയോടെയും എല്ലാവരും ചായയോടെയും കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നേഹമോളെ കുളിപ്പിച്ചുകൊണ്ട് ഇപ്പാൻ്റെ കൈ കൊടുത്തിനു. എന്നാൽ പിന്നെ ഇച്ച് ചായ കുടിച്ചാലോ, ഫൈസ് ആണെങ്കിലും നീച്ചിട്ടില്ലേനു. അപ്പം ഞാനും മത്തിക്കറിയും പൂള തന്നെയാണ് തിന്നണത്. ഇച്ച് അപ്പം വലിയ തീർപ്പതില്ലേ. അപ്പോൾ പൂളയൊക്കെ ആകുമ്പോൾ ഇഷ്ടമാണ്. ഞാൻ നല്ലോണം കറിയും പറന്നു കണ്ടാണ് തിന്നാണ് പൂള. മത്തിക്കറി ഒരു രസമാണല്ലോ. എൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ നേമോക്ക് തിന്നാനും കൊടുത്തുകൊണ്ട് ഓക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇപ്പാൻ്റെ അടുത്തും അമ്മാൻ്റെ അടുത്തൊക്കെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാതിങ്ങാണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേന് ഫൈസു നീച്ചീനു. ഓനൊരു ചായൻ്റെ വെള്ളം മാത്രം മോന്തിങ്ങാണ്ട് അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓനക്ക് വേഗം കൊണ്ടുപോയിങ്ങാണ്ട് അപ്പം കൊടുക്കട്ടെ എഴുതിങ്ങാണ്ട് ഒരപ്പം ചായയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഓല അവിടെ നമ്മളെ പഴയ പേരൻ്റെ മുറ്റത്താണ് കേട്ടോ കളിച്ചണത്. ആയിഷു ഉണ്ട്. ആയിഷു അറിയണത് ഇളയച്ചൻ്റെ കുട്ടിയാണ്. അപ്പം ഞാനും ഓനക്ക് ചായ എടുത്തപ്പോൾ ഓൻ വരണമൊന്നുമില്ല. ആയിഷുവിന് ചായ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓള് വന്ന് നിൽക്കുകയാണ് എൻ്റെ അടുത്തേക്ക്. ഓനക്കേറ്റ് ഞാൻ വാരിക്കൊടുക്കാൻ നിന്ന പെരും കൊഞ്ചലാണ്. ഓനിപ്പോൾ ആ വണ്ടിയും കൊണ്ട് റോട്ടിക്ക് പോകണമെന്നാണ് പറയണത്. അതിനിപ്പോൾ ഇഞ്ഞ കിട്ടുന്നുണ്ട്. കുട്ടി കരയുമ്പത്തിനാണെങ്കിൽ ഓനക്ക് വേഗം കൊടുത്ത് പോവും വേണം. അപ്പം ഞാൻ പിന്നെ ഓനെ വിളിച്ചിട്ട് വന്നില്ല ഓനക്ക് ചായ കൊടുക്കാനൊന്നും. ഓന് റോട്ടിക്ക് തന്നെ പോകണം പറഞ്ഞുകൊണ്ട് വാസി കുടിച്ചേനു. അതിൽ പിന്നെ ഞാൻ ഓനോട് പറഞ്ഞു എന്നാൽ ഞിജ്ജ് വന്നുങ്ങാണ്ട് ചായ കുടിച്ച് ഒറ്റക്ക് കയറുങ്ങാണ്ട് ഞാൻ സിറ്റൗട്ടിൽ വെച്ചെടുത്ത് പോയി. അപ്പോൾ പിന്നെ ഓന് ഫുള്ളും കുടിച്ചിക്കണ് ഒരു അപ്പൊക്കെ തിന്നു. അല്ലെങ്കിൽ വല്ലാതെ തിന്നൂലേ. ഓനക്ക് ഫോണും ഇതൊക്കെ വേണം. അപ്പം ഇതാണ് നമ്മൾ പഴയ പേരൻ്റെ മുറ്റേ. നമുക്ക് മറ്റേ പേരപ്പോൾ കയറ്റിയതാണ്. ഇതാണ് പഴയ പേര. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നടക്കുന്ന രാവിലത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ. വല്ലാതൊന്നും ഇതിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇനി ഇവിടുന്ന് വന്നിട്ടില്ലേ ഇവിടുത്തെ എന്തൊക്കെ വീഡിയോ ആണ് വേണ്ടത് നിങ്ങളൊന്നൊന്ന് പറയോണ്ട് കേട്ടോ കമൻറ്റിൽ. എന്നുവെച്ചാൽ അതിനനുസരിച്ച് ഇടാലോ. പിന്നെ ഇന്നലെ കുറേ കൂട്ടുകാർ നിങ്ങളെ കെട്ടിച്ച പെര എവിടെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു കമൻറ്റിലേ. അപ്പോൾ നമ്മളെ കെട്ടിച്ച പെര വണ്ടൂർ വാണിയമ്പലം പറഞ്ഞ സ്ഥലത്താണ്. അവിടേക്കാണ് കേട്ടോ നമ്മളെ കെട്ടിച്ചിരിക്കണത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് രാവിലെ നടന്ന ഇത്രയൊക്കെ തന്നെ ഉള്ളു കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടി. അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതും കൂടി അമർത്തിയാൽ ഞാനിടണമെങ്കിൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനും വേണ്ടി കണ്ടാണ്. അപ്പോൾ എന്നും പറയണ മാതിരി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.